ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മറ്റൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 1 മന്തിൻ്റെ മുകളിലായിട്ടോ. സർപ്രൈസ് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. സർപ്രൈസ് എൻ്റെ ലൈഫിൽ കിട്ടാത്തത് കൊണ്ട് തന്നെ എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് എപ്പോഴും സർപ്രൈസ് കൊടുക്കണമെന്നും അവരെ ഹാപ്പി ആയി വെക്കണം എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ബഹ്റൈനിലോട്ട് ആദ്യമായിട്ട് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ആദ്യമായി നാട്ടിലോട്ട് വെക്കേഷന് പോകുമ്പോൾ സർപ്രൈസ് ആയി തന്നെ പോകും, വീട്ടിൽ പറയാണ്ട് പോകുന്നു ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യം തന്നെയായിരുന്നു കേട്ടോ. മോളുടെ ട്രീറ്റ്മെന്റിന്റെ ഒരു ആവശ്യത്തിനൊക്കെ ആയിട്ടാണ് നമ്മൾ നാട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ. ആദ്യം അവനോടും പറയില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ അവനോട് പറയേണ്ട സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഞാൻ ആളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഗൾഫ് എയറിലാണ് പോകുന്നത്. പിന്നെ എൻ്റെ ബിസിനസ് ക്ലാസ് ആയിരുന്നു കേട്ടോ. എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണിത്. സോ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു, നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. നൈറ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ ഫ്ലൈറ്റ് വരുന്നത്. അറൗണ്ട് ഇവിടുത്തെ ടൈം ഒരു 9:40 ഒക്കെ ആയപ്പോഴായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഹാഫ് അവർ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച സമയത്തിന് മുൻപേ തന്നെ നാട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ബിസിനസ് ക്ലാസ്. അപ്പം ഞാൻ കയറിയപ്പോൾ തന്നെ അവരെനിക്കൊരു മെനു കാർഡ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്റ്റാർട്ടറും ഫുഡും മെയിൻ കോഴ്സും എന്താ വേണ്ടെന്നുള്ളതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് കയറിയപ്പോൾ തന്നെ ലൈം ആൻഡ് മിൻറ്റിൻ്റെ ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് അവരുടെ ഉണ്ടായിരുന്നത് കേട്ടോ. അത് കുഴപ്പമുണ്ടായിരുന്നില്ല, എനിക്ക് അത്ര വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. സോ ഞാൻ കുറച്ചാണ് അത് കഴിച്ചുള്ളൂ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എനിക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യുക, എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആണല്ലോ അത്. സോ അത് മാക്സിമം എൻജോയ് ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു കേട്ടോ എനിക്ക്. അപ്പം ഞാനെല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് മാക്സിമം. എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാമല്ലോ, എനിക്കത് അത്ര വലിയ ഇഷ്ടമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ശേഷം അവർ നമുക്കൊരു ഹീറ്റ് ചെയ്തിട്ടുള്ള ഒരു ടവൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഫ്രഷ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഫേസൊക്കെ ഒന്ന് തുടയ്ക്കാനും ഒന്ന് ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ശേഷം ഒരു ഡേറ്റ്സ് ആണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഡേറ്റ്സ് പിന്നെ നല്ല ടേസ്റ്റ് ആണല്ലോ. ശേഷം ഒരു അറബിക് ടീ ആണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, എനിക്കിഷ്ടമാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതും ഒരു ചെറിയൊരു കപ്പിൽ ഇതുപോലെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് വേണ്ട മെനൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ നമ്മൾ ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു കേട്ടോ. മക്കളെ കാണാനും ഹസ്ബൻഡിനെ കാണാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഒരുപാട് എന്താ പറയുക, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം എൻ്റെ മക്കളെയും ഫാമിലിയും ഒന്നും കാണാതിരിക്കുന്നുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇരുന്നിട്ട് എപ്പോഴാണ് എത്താന്നുള്ളത് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ കയറിയപ്പോൾ തന്നെ ഒരു കൊച്ചു മൂവിയൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. വാമ്പയറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അതും കണ്ട് ഇങ്ങനെ ടൈം കളഞ്ഞോട്ട് പെട്ടെന്ന് തന്നെ സമയം ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ നാട്ടിലോട്ട് എത്തി. പിന്നെ ഇതുപോലെ ഒരു പാക്കും ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യുന്നവർക്ക് തരും കേട്ടോ. അത് സോക്സും പിന്നെ ഐ കവറും പിന്നെ അത് ഇതുപോലെ ഒരു ബ്ലാങ്കറ്റാണ് കേട്ടോ തരുന്നത്. അങ്ങനെ തന്നെ ന്യൂ വാച്ചാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതും കൂടെ ഇതിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പത്തേനും എൻ്റെ വൈൻ എത്തി കേട്ടോ. ഇത് പോർട്ട് വൈനാണ്. നമ്മുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്ന എയർ ഹോസ്റ്റസ് മലയാളിയാണ്. അപ്പോൾ ആൾ എന്നോട് വന്ന് പറഞ്ഞു, ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കും, മസ്റ്റ് ട്രൈ ആണ്, നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാമ്പ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ളവർക്ക് ഏത് ഡ്രിങ്ക് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചിലർക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കും, ബിസിനസ് ക്ലാസ്സിലൊക്കെ ഇങ്ങനെ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വട്ടം ഡ്രിങ്ക് കഴിച്ച് കഴിഞ്ഞാൽ അഡീഷണൽ നമുക്ക് കിട്ടുമെന്നുള്ളത്. അതൊക്കെ കിട്ടും കേട്ടോ. അത് ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് അനുസരിച്ചാണ്. അതിന് അഡീഷണൽ പേയബിൾ ഒന്നും വേണ്ട, കാരണം ഓൾറെഡി നമ്മൾ പേ ചെയ്തിട്ടുള്ളതാണല്ലോ. എൻ്റെ സ്റ്റാർട്ടർ ഡേ ഇതായിരുന്നു കേട്ടോ. കട്ട് ഫ്രൂട്ട്സും പിന്നെ ഒരു സലാഡായിരുന്നു വരുന്നുണ്ടായിരുന്നത്. കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എയർ ഹോസ്റ്റസ് എനിക്കൊരു അറബിക് ബ്രെഡ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടും ഫുള്ളി എനിക്ക് അതൊക്കെ ട്രൈ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആൾ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴേക്കും നമ്മുടെ മെയിൻ കോഴ്സ് എത്തി. പനീർ ബട്ടർ മസാലയും റൈസായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു രാത്രിയിൽ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് ഇത് അത്ര നല്ലതല്ലാന്ന് തോന്നി. കാരണം എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നു. ലാൻഡിങ്ങിന് ശേഷം വോമിറ്റിങ്ങും ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഫൈനലി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ കൊച്ചിയിലോട്ട്, നമ്മുടെ സ്വർഗത്തിലോട്ട് എത്തി ഗൈസ്. ആഫ്റ്റർ 7 months ഒരുപാട് കാത്തിരുന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും മക്കളെയൊക്കെ കാണാൻ പോവാണ്. നിങ്ങൾ വിചാരിക്കും 7 months ഒരുപാട് കാലമായിരുന്നു, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് സമയങ്ങളായിരുന്നു കേട്ടോ. പിന്നെ ഇതിനിടയിൽ ഞാൻ ഒരു കോൾഡ് കോഫി കുടിച്ചു, പറയാൻ മറന്നു, ചോക്ലേറ്റ് കോഫി ആയിരുന്നു. അങ്ങനെ 7 months ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കാണുകയാണ്. നാട്ടിൽ ഞാനൊരു 4 o'clock ഒക്കെ ആയപ്പോഴത്തേനും എത്തി കേട്ടോ, പുലർച്ചെ. ഞാൻ വീട്ടിലോട്ട് എത്തുമ്പോഴേക്കും ഒരു 7 മണി. എൻ്റെ മക്കൾ ഇറങ്ങി എണിക്കുമ്പോഴേക്കും തന്നെ ഞാൻ അവരെ കാണാൻ പോവാണ് കേട്ടോ. അതൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഇത്. അവനെ കണ്ടപ്പോഴത്തേനും തന്നെ ഞാൻ കുറേ കരഞ്ഞു, കുറേ ഹഗ് ചെയ്തു. ഇത് അവൻ കൊറിയർ മേടിക്കാൻ നിൽക്കുമായിരുന്നു. ഞാൻ ഓൾറെഡി എൻ്റെ 65 kg ഉണ്ടായിരുന്നു. പോരാത്തതിന് ഞാൻ കുറച്ചും കൂടെ അഡീഷണൽ കൊറിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർപ്രൈസ് ആയിട്ട് എൻ്റെ അമ്മച്ചൊക്കെ ശരിക്കും കിട്ടിട്ടോ. ബഹ്റൈനിൽ നിന്ന് ഒരു ഫ്രണ്ട് വരുന്നുണ്ടെന്ന് മാത്രമാണ് ഹസ്ബൻഡ് പറഞ്ഞത്, ആരാണെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നെ കണ്ടപ്പോഴത്തേനും ആളാകെ കരഞ്ഞ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടോ. സത്യം പറഞ്ഞത് അത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഹാപ്പി ആയിട്ട്, ആളാകെ ഷോക്കായി ആ ടൈം കൊണ്ട് തന്നെ. പിന്നെ ഞാൻ നേരെ എൻ്റെ മക്കളെ കാണാൻ പോവാണ്. പിന്നെ പിള്ളേരെ ഉറക്കത്തിലായിരുന്നു. പിന്നെ ഞാൻ എത്തിയ സമയം എൻ്റെ മക്കളൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എൻ്റെ മോനെ വിളിക്കുകയാണ്, അമ്മ എത്തി എന്നൊക്കെ പറയുമ്പോൾ അവൻ പതുക്കെ ഇങ്ങനെ പുതപ്പൊക്കെ തുറന്ന് നോക്കാണ് കേട്ടോ. മോള് പിന്നെ എണീച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അവൾ ഇച്ചിരി മെഡിസിനൊക്കെ കഴിച്ച് ടയർഡായി കിടക്കുന്ന ഒരാളാണ്. അങ്ങനെ പെട്ടെന്ന് എണീക്കില്ല. അപ്പം അവളുടെ എണീക്കുന്ന ഒരു ടൈമിൽ കാണാമെന്ന് വെച്ച് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. മോൻ ഭയങ്കര ഹാപ്പി. അവൻ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്, അമ്മ എന്നാ വരാ, അമ്മ വരുമ്പോൾ വണ്ടി കൊണ്ടുവരുമോ, മിഠായി കൊണ്ടുവരുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് കേൾക്കുമ്പോഴത്തേനും എനിക്ക് വിഷമമാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടമാണ്. ഞാനിപ്പോൾ തിരിച്ച് ബഹ്റൈനിലോട്ട് എത്തി. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവാണ്. അവരും ഒത്തിരി ഹാപ്പിയായി. അതിലൊരാൾക്ക് മാത്രമേ അറിയുന്നുണ്ടായിരുന്നുള്ളൂ ഞാൻ വരുന്നുണ്ടെന്ന്. അപ്പം അവനെയാണ് ബാക്കിയുള്ളവരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേ അവൾ എന്നോട് പറയട്ടെ, എനിക്ക് തോന്നി നീ ആയിരിക്കും. പിന്നെ ഞാൻ ഫൈനലി എൻ്റെ മുത്തുമണി, എൻ്റെ ബെസ്റ്റ്, എൻ്റെ കുക്കുവിനെ കാണാൻ പോയിട്ടോ. അവളെ കാണാൻ പോയി. ഫസ്റ്റ് പോയപ്പോൾ ഫോട്ടോ എടുത്തില്ല, രണ്ടാമത്തെ പോയപ്പോൾ എടുത്ത ഫോട്ടോയാണ്. അങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് അവളുടെ കൂടെയും കുറേ ടൈമൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തോട്ടോ. ഈ പ്രാവശ്യത്തെ ബായ് പറച്ചിൽ അത്ര എളുപ്പമായിരുന്നില്ല കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു. ആദ്യമായിട്ട് ബഹ്റിനിലോട്ട് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നിയില്ല. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ബഹ്റിനിലോട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. ഈ പ്രാവശ്യത്തെ യാത്ര പറച്ചിൽ അത്ര സുഖമായിരുന്നില്ല. അപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു ലോങ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.